കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഒരു ഭാഗത്തും സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പുറത്ത് നിങ്ങളൊന്ന് നിർത്തിയേ. ഇന്ത്യ ഗവൺമെന്റ് ദീർഘകാലം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഭരിക്കാൻ അവസരം കൊടുത്തത് കോൺഗ്രസിനായിരുന്നു. അവർ സ്വീകരിച്ച തെറ്റായിട്ടുള്ള നയങ്ങളുടെ ഫലമായി അവരാണ് ആഗോളവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അത് കുറച്ചും കൂടി രൂക്ഷമായിട്ടാണ് ഇന്ത്യയിൽ ഇന്നത്തെ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ആഗോള പട്ടിണി സൂചികയിൽ നമ്മൾ എവിടെ നിൽക്കുന്നത്? ആഗോള പട്ടിണി സൂചികയിൽ നമ്മൾ 102-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മളെക്കാൾ മെച്ചമാണ് ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും, ശ്രീലങ്കയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ, നേപ്പാളും ഒക്കെ. പട്ടിണി കിടക്കുന്ന 24 കോടി ആളുകളുടെ നാടാണ് ഇന്ത്യ. ഇപ്പുറത്ത് നമ്മുടെ കേരളം നോക്കിയേ, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള നമ്മുടെ കൊച്ചു കേരളം. ഈ സമീപകാലത്ത് ബേബി സഖാവ് ലീഡറായ ഒരു ഡെലിഗേഷന്റെ ഭാഗമായി ചൈന സന്ദർശിക്കാൻ അവസരം കിട്ടിയിരുന്നു. ലോകത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ലോകരാജ്യമാണ് ചൈന. അന്നത്തെ യോഗത്തിൽ സംബന്ധിച്ചപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട് വിപ്ലവം നടന്ന നാടാണ്, നിങ്ങളുടെ നാട് വിപ്ലവം നടന്ന നാടല്ല. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഈ കൊച്ചു കേരളം എങ്ങനെയാണ് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തത്? ബേബി സഖാവ് യോഗത്തിൽ വിശദീകരിച്ചു, ഞങ്ങളുടെ നാട്ടിൽ 57 മുതൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിരുന്നു. സമഗ്രമായ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ നാടാണ് ഞങ്ങളുടെ നാട്. ഞങ്ങളുടെ നാട് കുടികിടപ്പ് അവകാശം കൊടുത്ത നാടാണ്. തുടർച്ചയായി കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം കിട്ടി. ആ സമയത്ത് ഞങ്ങൾ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു. ഓരോ തവണയും ഞങ്ങളത് കൂട്ടിക്കൊടുക്കുന്നു. അന്ന് 2000-മായി ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ചില്ല. അതിനുശേഷമാണ് നമ്മുടെ പ്രഖ്യാപനം വരുന്നത്. 52 ലക്ഷം സ്ത്രീകൾ അംഗങ്ങളായുള്ള കുടുംബശ്രീ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഏറ്റവും മികച്ച പഞ്ചായത്ത് രാജ് സംവിധാനം കേരളത്തിലുണ്ട്. ഇവിടുത്തെ തൊഴിലാളികളുടെ അവസ്ഥയെ സംബന്ധിച്ചും ചെറുപ്പക്കാരുടെ സ്ഥിതിയെ സംബന്ധിച്ചുമെല്ലാം അദ്ദേഹം അവിടെ വിശദീകരിച്ചു. ഇടതുപക്ഷം ഭരിച്ച ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അതിദാരിദ്ര്യം ഈ കേരളത്തിന് തുടച്ചു മാറ്റാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, 2ാം പിണറായി ഗവൺമെന്റിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് അതായിരുന്നു. ജനങ്ങളോട് പറഞ്ഞു, അതിനുവേണ്ടി പണം നീക്കിവെച്ചു, അതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചു, പഞ്ചായത്തുകളെ സജ്ജരാക്കി. 1000 കോടി രൂപ നീക്കിവെച്ച് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ 4 വർഷം നടത്തിയത് കൊണ്ടാണ് അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിത്തീർന്നത്. നിങ്ങൾക്ക് ഇന്ത്യയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ നിങ്ങൾക്കറിയാം, അവിടുത്തെ ഗ്രാമീണ മേഖലകളിലൂടെ നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി, പട്ടിണി കിടക്കുന്ന പേക്കോലങ്ങളായിട്ടുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കേരളത്തിൽ എവിടെയും നമുക്കത് കാണാൻ കഴിയില്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചതുകൊണ്ടിൻ്റെ റിസൾട്ടാണ്. അതാണ് ഈ 2 ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. അത് 62 ലക്ഷം ആളുകൾക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നു. ഈ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നീക്കിവെച്ച തുക ചെറുതൊന്നുമല്ല, 14,500 കോടിയാണ്. പ്രിയപ്പെട്ടവരെ, 14,500 കോടി രൂപ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നീക്കിവെക്കുമ്പോൾ അപ്പുറത്ത് എങ്ങനെയാണ് ക്ഷേമ പദ്ധതികൾക്ക് നീക്കിവെക്കുന്ന തുക നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത്തവണത്തെ ബഡ്ജറ്റിൽ, നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റില്, ആ ബഡ്ജറ്റില് ഭക്ഷ്യ സബ്സിഡി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ തുക കുറച്ചു, വളം സബ്സിഡി തുക കുറച്ചു, മറ്റു പല മേഖലകളിലും നീക്കിവെച്ച സംഖ്യ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറവാണ് വരുത്തിയത്. അപ്പോൾ ഏത് ഗവൺമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയേ. ഒരു ഭാഗത്ത് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി നല്ല ഊന്നൽ കൊടുക്കുമ്പോൾ മറുഭാഗത്ത് ക്ഷേമ പദ്ധതികളെ ആകെ അട്ടിമറിക്കുന്നു. എല്ലാ ഗവൺമെന്റും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇതാണ് തമ്മിലുള്ള വ്യത്യാസം.